പണ്ടൊക്കെ നമ്മൾ സിനിമ കാണുമ്പോൾ പറയാറുണ്ട്, ചില നടന്മാർ അല്ലെങ്കിൽ നടിമാർ തെലുങ്ക് സിനിമയിൽ കസറി, അല്ലെങ്കിൽ തമിഴിൽ നല്ല രസമുണ്ടായിരുന്നു, തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് വരുമ്പോൾ അവരെ അത്ര ശരിയായില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്ന് സിനിമയിലല്ല, വളരെ നിഷ്കളങ്കമായും തുറന്നും പറയട്ടെ, ഈ മലയാളികളായ മനുഷ്യരും ഇന്ത്യക്കാരെന്ന് പറയുന്ന മനുഷ്യരുമൊക്കെ ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന ഒരു വല്ലാത്ത ദുരന്താവസ്ഥയുണ്ട്. എവിടെയും എന്തിനും വിദ്വേഷം മാത്രം, എവിടെയും എന്തിനും മതവിദ്വേഷം പരസ്പരം പറഞ്ഞ് അത് മയക്കുമരുന്ന് കച്ചവടത്തിലാകട്ടെ, കൊലപാതകത്തിലാകട്ടെ, അക്രമങ്ങളിലാകട്ടെ, പ്രണയത്തിലാകട്ടെ, മരണത്തിലാകട്ടെ എന്ന് വേണ്ട, അടിവസ്ത്ര കച്ചവടത്തിലാകട്ടെ, വേറെ എന്ത് സംഗതിയിലായാലും അതുമാത്രം പറഞ്ഞ് ജീവിക്കുന്ന കുറേ വിഷജന്തുക്കളുടെ നടുവിൽ നമ്മുടെ നാട് വീർപ്പുമുട്ടുകയാണ്. എന്നാൽ ഇവിടെ നിന്ന് മലയാളി പുറത്തേക്ക് പോയാൽ വളരെ മനോഹരമായ അനുഭവമാണ്. ഇതേ മലയാളി അന്യരാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ എത്ര സ്നേഹമസൃണമായിട്ടാണ് പരസ്പരം പെരുമാറുന്നത്, ഇടപെടുന്നത്. ഓണവും ക്രിസ്തുമസും അതുപോലെ തന്നെ ഈസ്റ്ററും നോമ്പുതുറയും എല്ലാം ആഘോഷിക്കുന്നത് ചേർന്നാണ്. അവിടെ സൂക്ഷ്മത വിളമ്പുന്നവരില്ല, അവിടെ വൃത്തികേടുകൾ പറയുന്നവരില്ല. അതൊന്നും പറയുന്നതിന് അവിടെ സ്കോപ്പില്ലെന്ന് മാത്രമല്ല, അങ്ങനെ പറയുന്നവരെ ഒരു നികൃഷ്ടഭാവത്തിലാണ് കാണുന്നത്. ഇവിടെയോ അങ്ങനെ പറയുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും അത് വെച്ച് കച്ചവടം നടത്തുന്നതിന് വേണ്ടി യൂട്യൂബർമാരും ചാനൽമാരും എല്ലാം കൂടി, സത്യം പറഞ്ഞാൽ ഒന്ന് ഇരുന്ന് ചിന്തിച്ചാൽ ഒരു പരമദയനീയ കഷ്ടാവസ്ഥയിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത്. ഇവിടെ ഈ ലവ് ജിഹാദും അതുപോലെ തന്നെ ഒരപ്പൻ്റെയും മോൻ്റെയും നിരാശ മൂലം നടത്തുന്ന വിദ്വേഷവും, വേറൊരാളിൻ്റെ മകൾ വേറൊരു ജാതിക്കാരനോടൊപ്പം ഒളിച്ചോടിപ്പോയതിൻ്റെ പകതീർക്കലും, അധികാരവും അപ്പക്കഷ്ണവും കിട്ടാനുള്ള ബഹളവും, പലതും ഒളിപ്പിക്കാനും മറച്ചുവെക്കാനുമുള്ള തത്രപ്പാടും, ഇതെല്ലാം കൂടി കത്തിപ്പടർത്തി ഈ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അധികാരത്തിന് വേണ്ടി വിദ്വേഷവും അന്യമത വിരോധവും വല്ലാതെ കത്തിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് വളരെ മനോഹരമായ ഒരു ഇഫ്താറിൻ്റെ വാർത്തയെത്തി. അനിൽ പുത്തഞ്ചിറ എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ റീന, മകൻ അലൻ, ഇവരൊക്കെ ആതിഥേയത്വം വഹിച്ചുകൊണ്ട് ന്യൂജേഴ്സിയിൽ വളരെ വിശാലമായ ഒരു ഇഫ്താർ, അതിനെക്കുറിച്ച് എന്നോട് വിവരങ്ങൾ പങ്കുവച്ചത് നമ്മുടെ പഴയ മന്ത്രി UA ബീരാൻ സാഹിബിൻ്റെ മകൻ നസീർക്കയാണ്. അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഞാൻ ഒരു തവണയല്ല പലതവണ വായിച്ചു. ഒരു കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഓണവും ഉത്സവങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ ആഘോഷപൂർവ്വം കാത്തിരുന്നെടുത്ത് ഇന്ന് ഓരോ സംഭവങ്ങളും വരുമ്പോൾ അതിൻ്റെ വിദ്വേഷവുമായി മറുവശത്ത് കുറേ ക്ഷുദ്രജീവികൾ, ഇവനൊക്കെ എന്താ പറയേണ്ടതെന്നറിയില്ല, അതുപോലെ തന്നെ വിദ്വേഷം കലർന്ന ആത്മീയത എന്ന പേരിൽ. മറ്റേത് ഈ ആത്മീയതയും മതപ്രബോധനവും അത്തരം കാര്യങ്ങളുമൊക്കെ ഈ പറയുന്ന ഒരു സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ചേർത്തുവെക്കലിൻ്റെയും ഭാഷയാണ് സംസാരിച്ചിരുന്നതെങ്കിൽ ഇന്ന് അവിടെയും വിദ്വേഷവും വെറുപ്പും അന്യമതവിരോധം, അന്യസംഘടനാ വിരോധം ഒക്കെ ചേർത്ത് മലീമസമാക്കുകയാണ്. ഒരുപക്ഷെ ചിലപ്പോൾ കൗമാരക്കാരായ ചെറുപ്പക്കാരുണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ ഭ്രാന്ത് കണ്ട് അവൻ്റെയൊക്കെ മനസമാധാനത്തിന് വേണ്ടിയായിരിക്കും ചിലപ്പോൾ ഈ ലഹരി വാങ്ങിച്ചു വലിക്കുക എന്നും തോന്നിപ്പോകാറുണ്ട്. സത്യം പറഞ്ഞാൽ ആ ദുരവസ്ഥയുടെ നടുവിലാണ് അങ്ങ് ട്രംപിൻ്റെ നാട്ടിൽ അമേരിക്കയിൽ ഈ പകയും വിദ്വേഷവും ജാതി വ്യഭിരുത്യവും ഒന്നുമില്ലാതെ അവിടെ കുറേ മനുഷ്യർ ഒത്തുകൂടി. അനിൽ പുത്തഞ്ചിറ തൃശ്ശൂർക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനുമൊക്കെ ന്യൂജേഴ്സിയിലാണ് താമസം. കഴിഞ്ഞ വർഷം ഒരു സമൂഹ ഇഫ്താർ ചടങ്ങിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, അടുത്ത വർഷം എൻ്റെ വീട്ടിലായിരിക്കും ഇഫ്താർ ചടങ്ങെന്ന്. ഒരുപക്ഷെ അത് കേട്ടവരാരും അത്രമേൽ ഗൗരവമായി എടുത്തില്ല. അത് ആത്മാർത്ഥമായി അദ്ദേഹം നടപ്പിലാക്കി എല്ലാവരെയും മാർച്ച് 9 വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോഴാണ് അതിനെക്കുറിച്ച് അവരൊക്കെ തന്നെയും ഓർക്കുന്നത്. അവിടെ ചെന്നപ്പോഴോ ഏറ്റവും മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ആ ഇഫ്താറിൻ്റെയും റമദാനിൻ്റെയും സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ലൈറ്റും അതിനനുസരിച്ചുള്ള അറേഞ്ച്മെൻറ്റ്സും, അതുകൂടാതെ ആ നാട്ടിലെ മുഴുവൻ ഹിന്ദുമത ക്രൈസ്തവ മതത്തിലും വിശ്വസിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുടെ സംഗമം, ഇതെല്ലാം കൂടാതെ ഈ അവിടെ പ്രവർത്തിക്കുന്ന ഫൊമയുടെ പ്രസിഡൻറ്റ് അനിയൻ ജോർജ്, പോൾ കറുകപ്പള്ളി, WFM ഗ്ലോബൽ കോർഡിനേറ്റർ ഡോക്ടർ ആനി ലിബു, ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആൻ്റണി, ഫോമ ജനറൽ സെക്രട്ടറി ബൈജു വർഗീസ്, ഈ മലയാളി മാനേജിംഗ് ഡയറക്ടർ സുനിൽ ട്രൈസ്റ്റാർ, പിന്നെ അവിടുത്തെ വ്യവസായികളും പൊതുപ്രവർത്തകരുമൊക്കെയായ ദിലീപ് വർഗീസ്, ഹനീഫ് എരഞ്ഞിക്കൽ തുടങ്ങിയവരൊക്കെയും
ആ ചടങ്ങിൽ ആശംസ അർപ്പിക്കാനും അതോടൊപ്പം തന്നെ ആ സന്തോഷ നിമിഷത്തിന് എല്ലാവിധത്തിലുള്ള ഹൃദയമംഗളങ്ങളും നേരാനും അവിടെ ഉണ്ടായിരുന്നു. ഏറ്റവും ഹൃദ്യമായ ഇഫ്താർ ചടങ്ങാണ് സംഘടിപ്പിക്കപ്പെട്ടത്. അവിടെ സാധാരണയുള്ള ഇഫ്താർ ചടങ്ങുകളിൽ പോലെ തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണവുമായി തുടങ്ങി എല്ലാവരും ആശംസകൾ നേർന്നു. സന്തോഷപൂർവ്വം ഇഫ്താറും കഴിഞ്ഞ് പിരിഞ്ഞു. പോകുന്നതിന് മുമ്പ് ഈ ആതിഥേയത്വം ഒരുക്കിയ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും അവർക്കും കുടുംബത്തിനുമെല്ലാം പ്രത്യേകമായ ഉപഹാരങ്ങളും സന്തോഷങ്ങളും കൈമാറിയാണ് പിരിഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതുപോലെ അന്യരാജ്യങ്ങളിലൊക്കെ ഓണാഘോഷമുണ്ട്. ഈ ഓണാഘോഷ ചടങ്ങിലൊക്കെ ഞാൻ പലതിലും പങ്കെടുത്തിട്ടുണ്ട്. ദുബൈയിലും അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലുമൊക്കെ. ഓണമൊക്കെ കഴിഞ്ഞ് എത്രയോ നാളുകൾ കഴിഞ്ഞാണെങ്കിൽ പോലും അതിൻ്റെ എല്ലാ സന്തോഷത്തോടെയും കൂടി അതേ കോസ്റ്റ്യൂംസിൽ അതുപോലെ ഒരുങ്ങി വളരെ മനോഹരമായി നടത്താറുണ്ട്. ഇവിടെ വിദ്വേഷം പറയുന്ന ചില ആളുകൾ അവിടെയുണ്ട്. പക്ഷേ അവിടെ ഒരു നാക്ക് പൊന്തൂല്ല, ഒരു അക്ഷരം മിണ്ടൂല്ല. മിണ്ടിയാൽ വിവരമറിയുമെന്നവർക്കറിയാം. ആ ചടങ്ങിലൊക്കെ അറബികളും പങ്കെടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഓരോ ആഘോഷങ്ങളുമുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഈ നമ്മുടെ ഓച്ചറക്കളി പോലെയൊക്കെയുള്ള ഈ ഞങ്ങളുടെ നാട്ടിലെ ഉത്സവങ്ങൾ തന്നെ അവിടെ ആവർത്തിക്കുന്ന രീതിയിൽ ഉത്സവം ഒരുക്കലും അത്തരം സന്തോഷവുമുണ്ട്. എല്ലാ മനുഷ്യരും പങ്കെടുക്കാറുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളായ ആളുകൾ, അമേരിക്കക്കാരോടുൾപ്പെടെ ദുബൈയിലും മറ്റുള്ള രാജ്യങ്ങളിലുമൊക്കെ ജീവിക്കുന്നവരോടൊപ്പം സലാലയിൽ ഞാൻ പോയപ്പോൾ കണ്ടതെന്താ? ഏതെല്ലാം ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യരുണ്ട്. പക്ഷേ എത്ര സ്നേഹത്തോടെ. ഇപ്പോൾ ഈ എൻ്റെ ഉമ്മ മരിച്ച സമയത്തൊക്കെ എത്രത്തോളം ആളുകളാണ് എനിക്ക് സന്ദേശം അയച്ചതും. ഒരുപാട് മാഷുമാർ, അതോടൊപ്പം തന്നെയുള്ള മനുഷ്യർ, അവരൊക്കെയും എത്ര സ്നേഹത്തിലാണ് കഴിയുന്നത്. സത്യം പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ അറിയാതെങ്കിലും വിചാരിച്ചു പോകും, ഈ നാട് നശിക്കുന്നതിന് മുമ്പ് നാട് വിടണം എന്നൊക്കെ ചിന്തിച്ചു പോകും. കാരണം പലയിടങ്ങളിലും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും തുരുത്തുകൾ ഇപ്പം മറ്റുള്ള സ്ഥലങ്ങളിലാണ്. ഇവിടെ കുറേ വൃത്തികെട്ടവന്മാർ നടത്തുന്ന ഒരു കാര്യവുമില്ലാത്ത, ഒരടിസ്ഥാനവുമില്ലാത്ത വിദ്വേഷം, അതിനോട് കൂകി വിളിക്കാനും അതിന് കമൻ്റ് എഴുതാനും അതുകൊണ്ട് ഉപജീവനമാർഗം നടത്താനും മറ്റു കുറേ പേർ. കഷ്ടമാണ്. ഏതായാലും ആ ഇഫ്താർ ഒരുക്കിയ അനിൽ പുത്തഞ്ചിറയ്ക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അതിൽ പങ്കെടുത്ത നല്ല മനുഷ്യർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ, ആശംസകൾ. ചേർത്ത് പിടിച്ച് മനുഷ്യരായി പണ്ടെങ്ങോ നമുക്കുണ്ടായിരുന്ന ആ മലയാളിത്തത്തിൻ്റെ മനോഹാരിത നിങ്ങൾ ഹൃദയപൂർവ്വം ചേർത്ത് പിടിക്കുക. വിദ്വേഷത്തിനെയും വെറുപ്പിനെയും അകറ്റി നിർത്തുക. അല്പമാത്രമായി എപ്പോൾ നഷ്ടപ്പെടുമെന്നറിയാത്ത ജീവിതം സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കി തീർക്കുക.